ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. സോ ഇന്ന് നമ്മൾ മലമ്പുഴൻ്റെ റോഡ് വേൻ്റെ അതിൽ കൂടെ പോയിട്ട് നമ്മുടെ മലമ്പുഴ ഡാമില്ല, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അതൊരു സ്ഥലമായിരുന്നു. എനിക്ക് പേരറിയില്ല അതിൻ്റെ. ഓക്കെ, പപ്പ നമ്മൾ മൂവി കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. മൂവി കണ്ടു കഴിഞ്ഞപ്പോൾ പപ്പ സർപ്രൈസ് ആയിട്ട് കൊണ്ടുപോയതാണ്. നല്ല വൈബുള്ള സ്ഥലമായിരുന്നു. അതേപോലെ തന്നെ നമ്മളവിടെ എത്തിയപ്പോൾ കുറച്ച് വെയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നല്ല രസമുണ്ടായിരുന്നു. നല്ല കാറ്റൊക്കെ വീശുണ്ടായിരുന്നു. ഓക്കെ, ചുറ്റുവട്ടം ഫുള്ളി മല, പിന്നെ പച്ചപ്പൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. നല്ല വൈബുള്ളൊരു സ്ഥലമാണ്. നമ്മുടെ ഈ മലമ്പുഴ എന്താ പറയുക, റോപ്പ് വേ ഇല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് റോഡിൽ കൂടെ നേരെ പോയി കഴിഞ്ഞാൽ അവിടെ എത്തും. പിന്നെ എന്താ പറയുക, നമ്മൾ അവിടെ എത്തിയിട്ട് കുറച്ച് നേരം ആകുമ്പോഴത്തേക്കും ക്ലൈമറ്റൊക്കെ ഒന്ന് ഓക്കെ വന്നു. നമ്മൾ ഫുഡ് പാഴ്സൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ അവിടേക്ക് വന്നത്. ഞാനാണെങ്കിൽ അവിടെ കണ്ട എല്ലാ പാറിൻ്റെ മേലെയും കയറിയായിരുന്നു. വൈഷ്ണുവിന് പേടിയായിരുന്നു. അവൾ ഈ പാറിനെ കണ്ടിട്ട് മല കയറിയാണെന്നുള്ള ഭാവമായിരുന്നു. അവളുടെ അടുത്ത് ഞാൻ കയറാൻ പറഞ്ഞിട്ട് അവൾ കയറിയതൊന്നുമില്ല. പിന്നെ എന്താ പറയുക, ഞാൻ കുറേ ഫോട്ടോസൊക്കെ പപ്പ കുറേ ഫോട്ടോസൊക്കെ എടുത്തു തന്നു. ഞാനതിന് പോസ്റ്റ് ചെയ്യാനായിട്ട് അധികമൊന്നും കിട്ടില്ല. എനിക്ക് ഇരുന്നിട്ടുള്ള പോസ്റ്റിലാണ് വേറെ ഒന്നും കിട്ടാറില്ല അധികം. അപ്പോൾ പപ്പ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതേപോലെ തന്നെ നല്ല കാറ്റും വീശുണ്ടായിരുന്നു. നല്ല സുഖമായിരുന്നു. ഞാൻ അവിടെ കണ്ട സകലമാന പാറിന് മേലെ കയറി കളിക്കുകയായിരുന്നു. ഇത് അവിടുത്തെ ഒരു എന്താ പറയുക, അവിടുത്തെ പ്ലേസിൻ്റെ ഒരു വീഡിയോ ആണ്. ഓക്കെ, നല്ല ഭംഗിയുണ്ടായിരുന്നു, മലയും ഇതൊക്കെ ആയിട്ട്. പിന്നെ ഞാൻ പപ്പൻ്റെയും അമ്മേനെയും കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു. വൈഷ്ണു എടുത്ത വീഡിയോ ആയിരുന്നു അത്. പിന്നെ വൈഷ്ണു പാറിൻ്റെ മേലെ കയറാൻ പേടിച്ചിരിക്കുകയായിരുന്നല്ലോ. പിന്നെ അവൾ കയറിയപ്പോൾ ഒറ്റയ്ക്ക് മല കയറിയ ഫീലായിരുന്നു അവൾക്ക്. എന്താ പറയുക, പാറിന് മേലെ കയറിയിട്ട് ഭയങ്കര ഷോ ഓഫൊക്കെ ആയിരുന്നു. കുട്ടി പാറ കയറാൻ വേണ്ടിയിട്ട് തന്നെ അവൾ വീടിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ കുറേ ഷോ ഒക്കെ കാണിച്ചു. പാറിന് മേലെ കയറി കഴിഞ്ഞാൽ മല കയറിയ ഫീലിൽ അവൾ ഭയങ്കര ഷോ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ അവളുടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു. പിന്നെ ഞങ്ങൾ നേരെ വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോകാൻ കുറേ ഫാമിലീസ് വന്നിട്ടുണ്ടായിരുന്നു. ഞാനും പപ്പയും കൂടി നടന്നതിൻ്റെ അതിൻ്റെ അടിയിൽ കൂടെ വൈഷ്ണവും കയറി വരും. അമ്മ അവിടെ ബാക്കിൽ നിന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് അമ്മ കയറി വന്നില്ല. പിന്നെ ഞാൻ വെള്ളത്തിലൊക്കെ ഇറങ്ങി. വെള്ളത്തിലിറങ്ങാന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് കാര്യം നനയ്ക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ വൈഷ്ണുവിന് ഇറങ്ങണം പറഞ്ഞിട്ട് അവൾ ചെരുപ്പ് കഴിക്കുകയാണ്. അവൾക്ക് ഈ എന്താ പറയുക, ഈ വെള്ളത്തിൽ നിൽക്കാൻ ഭയങ്കര പേടി. ഈ അറ്റത്ത് നിന്നിട്ടുകൂടി അവൾ എൻ്റെ കാലിൻ്റെ മേലെ ചവിട്ടിയിട്ടായിരുന്നു നിൽക്കണ്ടായിരുന്നു. അവളുടെ വിചാരം ഭയങ്കര ആഴമുള്ളതാണെന്നാണ്. പിന്നെ എൻ്റെ കാലിൻ്റെ മേലെ കയറി എന്തൊക്കെയോ സർക്കസൊക്കെ കാണിക്കണ്ടായിരുന്നു. പപ്പ അപ്പുറത്തുനിന്ന് ഫോട്ടോ എടുക്കുമായിരുന്നു. അവളുടെ അടുത്ത് ഇറങ്ങാൻ പറഞ്ഞിട്ട് ഇറങ്ങണേ ഇല്ല അവൾ. എന്താ പറയുക, എന്നെ മേലൊക്കെ ഇനി സർക്കസ് കളിക്കണ പോലെ. പിന്നെ അവൾ ഇറങ്ങിയപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ നിന്ന് എണിക്കാൻ ഭയങ്കര പാടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിൽ കൂടെ നടന്നു വരുമ്പോൾ വൈഷ്ണു ഒന്ന് വെള്ളത്തിൽ വീഴും ചെയ്ത് അവളുടെ ഡ്രസ്സൊക്കെ നനഞ്ഞു. പിന്നെ പപ്പ എൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. പപ്പ വെള്ളത്തിലിറങ്ങി. എന്നിട്ടും അവൾക്ക് വെള്ളത്തിൽ വീണിട്ടും അവൾക്ക് വെള്ളത്തിൽ കളിക്കണം എന്നായിരുന്നു. ആദ്യം വെള്ളത്തിൽ ഇറങ്ങാൻ പേടി, ഇപ്പോൾ വെള്ളത്തിൽ തന്നെ കളിക്കണം എന്നുള്ളതായിരുന്നു. അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പപ്പനെ ഒറ്റയ്ക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വൈഷ്ണുവിൻ്റെ അടുത്ത് വരാൻ പറഞ്ഞപ്പോൾ അവൾക്ക് വെള്ളം പേടിയാന്ന് പറഞ്ഞിട്ട് കരയായിരുന്നു. അതുകൊണ്ട് പപ്പി ഇപ്പം ചിരിക്കുന്നു. ഞങ്ങളെല്ലാവരും ഒരേ ചിരിയായിരുന്നു. പിന്നെ അവളെ കുറേ കളിയാക്കൊക്കെ ചെയ്തു. ആൻഡ് ഞാൻ ഫോട്ടോ എടുക്കാന്നുള്ള പേരിൽ വെള്ളത്തിലിറങ്ങാൻ വേണ്ടി ഭയങ്കര അഭ്യാസങ്ങളൊക്കെ ആയിരുന്നു. എന്താ പറയുക, പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറിൻ്റെ ഒരു ഫീലായിരുന്നു എനിക്ക്. ഓക്കെ, ക്യാമറ കയ്യിൽ കിട്ടിയപ്പോൾ. പിന്നെ അങ്ങനെ കുറേ ഫോട്ടോസും അമ്മയ്ക്കും പപ്പയ്ക്കും കപ്പിൾ ഫോട്ടോസ് വേണം. പിന്നെ ഞങ്ങൾ 2 സിസ്റ്റേഴ്സും കൂടി ഫോട്ടോ ഒക്കെ എടുത്തു. ഇതിൽ കാണുന്ന സ്നേഹമൊന്നുമല്ല. ഓക്കെ, പിന്നെ എനിക്ക് ടയേർഡായപ്പോൾ ഞാൻ അമ്മൻ്റെ മേലേക്ക് പോയി കിടന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.